ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഫിഷിംഗ് വീഡിയോ ആയിരുന്നു. ഈ പ്രാവശ്യം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബിരിയാണി ഉണ്ടാക്കാറിയാൻ പാടാത്ത 15 പേര് കൂടി ബിരിയാണി ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും? അടിപൊളിയായിരിക്കില്ലേ? എന്നാൽ ഈ വീഡിയോ കണ്ടിട്ട് ആരും ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണ്ട. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ചെയ്തതാണ്. അപ്പോൾ അതിനങ്ങനെ കണ്ടാൽ മതി. ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്താണ്. ഈ വീട്ടിലാണ്. ഇടയ്ക്ക് നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടുകയും ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ബിരിയാണി വെക്കണ കാര്യം അറിഞ്ഞത്. എന്നാൽ പിന്നെ 2 ദിവസം ലീവ് ആയാലും വേണ്ടില്ല, ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ഡ്യൂട്ടിക്കുള്ളൂന്നും പറഞ്ഞാണ് മരിയിരിക്കണേ. ഓരോ ഫുഡ് വയ്ക്കുമ്പോഴും പ്രിയേനെ വീഡിയോ കോൾ വിളിച്ച് കൊതിപ്പിക്കലാണ് ഇവിടെ ഉള്ളവരുടെ പരിപാടി.
എന്തായാലും അടുത്ത തവണ റിയയും ഫാമിലി ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റീനു ആളൊരു IT കാരിയൊക്കെയാണ്.
വല്യമ്മച്ചിയും അമ്മച്ചിയും കൂടി ആരും ആദ്യം പോകണമെന്നുള്ള ചർച്ചയിലാണ്. പക്ഷേ പെട്ടെന്നൊന്നും വിടാൻ ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല. മക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ കൂടി അടിപൊളി പരിപാടി കൂടാനുള്ളതാണ്. ബാബുചേട്ടൻ ആളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇവിടെ രാഷ്ട്രീയ ചർച്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടാ ഭയങ്കര മോശമാണ്. ചേച്ചി അതിനുണ്ട് അടിപൊളി ടേസ്റ്റുണ്ടാ ചേട്ടാ അതിനുണ്ട് അച്ഛാ അതിനുണ്ട് സാധനം അതിനുണ്ട് അടിപൊളിയല്ലേ ചേട്ടാ ടേസ്റ്റില്ലേ അടിപൊളി അതിനുണ്ട് നല്ലതല്ലേ കൊള്ളാമാ ടേസ്റ്റ് ഉണ്ടാ അയ്യോ നോക്കിയേ കാണിച്ചേ അടിക്കേ